അപ്പോൾ അങ്ങനെ ഒരാൾ PSC മെമ്പർ ആകുമ്പോൾ എന്തൊക്കെ തരത്തിൽ ആ പൈസ മുതലാക്കും, കൊടുത്ത 60 ലക്ഷം മുതലാക്കും എന്നുള്ള സംശയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചത്. എന്താണ് നിങ്ങൾക്കിതിൽ പറയാനുള്ളത്? അനിലക്കര. ഈ ചർച്ചയിൽ CPM പ്രതിനിധിയില്ല. പക്ഷേ CPMനെ പ്രതിനിധീകരിച്ച് എന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാവുന്ന കേരളത്തിലെ ഒരു പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ കൂടി ശ്രീ ജയേന്ദ്രൻ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഈ വാർത്ത ശരിവെച്ചു എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. അദ്ദേഹം അത് ക്ലിയറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ ഈ വസ്തുത അംഗീകരിച്ചത്. മറ്റൊരാളാണെങ്കിൽ ഈ വസ്തുത അംഗീകരിക്കില്ല എന്നുള്ളത് നമുക്ക് കുറേ കാലത്തെ ചർച്ചകളൊക്കെ കണ്ടുവന്നിരുന്നതാണ്. ഇവിടെ ഈ പറഞ്ഞതുപോലെ നിരവധിയായ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ കുറച്ചു കാലമായി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു. ആ വിവാദങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ PSC പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പോലീസ് ടെസ്റ്റൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അത് നിരവധിയായ പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു സമയത്താണ് ഇതിലേക്ക് PSC അംഗത്തെ നിയമിക്കാൻ വേണ്ടിയുള്ള കോഴ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്ത അല്ലെങ്കിൽ ആ ഒരു സംഭവം പുറത്തേക്ക് വരുന്നു. നേരത്തെ ഇതിനകത്തൊരു ഘടകകക്ഷിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ നമ്മൾ സ്മൃതി മനസ്സിലാക്കേണ്ടത് അടുത്ത കാലത്തായി ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ CPM കക്ഷിയാകുന്നു എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം. അത് ഈ 5-8 വർഷമായിട്ടുണ്ടായ ഒരു CPMന്റെ പുതിയ രീതിയിലേക്ക് മാറിയതാണ്. വർഗ ബഹുജന സംഘടനകളുടെ കാര്യങ്ങളും കേരളത്തിലെ മതേതര സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ കർക്കശമായ നിലപാടും പുരോഗമന ചിന്താഗതിയായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനവും പാരിസ്ഥിതിക രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രകൃതി സൗഹൃദ നിലപാടുമൊക്കെ സ്വീകരിച്ചിരുന്ന CPM അവരുടെ പ്രയോറിറ്റി പൂർണ്ണമായി മാറ്റി ഈ പുതിയ രീതിയിലേക്ക് മാറി. ആ രീതിയുടെ ഒരു പേരാണ് ഈ വ്യാപാരി വ്യവസായി സമിതി എന്നുള്ളത്. ഈ സമിതികൾ CPMനകത്തേക്ക് കടന്നു വന്നതോടുകൂടി മുതലാളിമാർക്ക് വേണ്ടി ഒരു പ്രത്യേക ഫ്രാക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ സമ്പത്ത് EP ജയരാജൻ പറഞ്ഞതുപോലെ CPMകാരായ ആളുകൾ ഞങ്ങൾ ഈ കട്ടൻ ചായയും പരിപ്പൂടിയും കഴിച്ച് നടന്നാൽ മാത്രം മതിയോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് എറിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ രീതി പൂർണ്ണമായി മാറി. ആ രീതി മാറിയപ്പോഴാണ് CPMനെ വ്യവസായികവൽക്കരിക്കാനും സാമ്പത്തികമായ വ്യക്തികളിലേക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന രീതിയിലേക്കൊക്കെ വരാൻ സംഭവിച്ച ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 8 വർഷക്കാലം കടന്നുപോയത്. അതിൻ്റെ അവസാനത്തെ ഒരു രൂപം എന്ന രീതിയിലാണ് നമ്മൾ ഈ PSC അംഗത്തെ നിയമിക്കാൻ 60 ലക്ഷം രൂപ കോഴയും അതിന് 22 ലക്ഷം രൂപ അഡ്വാൻസും അത് മന്ത്രിയുടെ നാട്ടിൽ തന്നെയുള്ള ഒരാൾ മന്ത്രിയുടെ പേര് തന്നെ വാങ്ങി പറഞ്ഞുകൊണ്ട് വാങ്ങുന്ന ഒരു രാഷ്ട്രീയമായ സാഹചര്യത്തിലേക്ക് പോയി. സ്വാഭാവികമായും ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ 2 ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ജീർണിച്ച അല്ലെങ്കിൽ ചിതലരിച്ച ഒരു CPMനെ നമ്മൾ കാണുകയാണ്. അതിൻ്റെ മറ്റൊരു ഉദാഹരണത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തീർച്ചയായും നേരത്തെ ഇത് പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകർക്ക് അവർക്ക് ചോദ്യോത്തര പേപ്പർ നൽകുകയും ഇന്റർവ്യൂവിൽ മാർക്കിടുകയും ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറി ഇത് വാണിജ്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് മാറി. ഓരോ PSC അംഗത്തിനും ഇത്ര പോസ്റ്റ് ഇത്ര രൂപ എന്ന രീതിയിൽ നമുക്കറിയാലോ. PSCയുടെ ശമ്പളം ആകർഷണീയമാണ്, അതിൻ്റെ പെൻഷൻ അതിനേക്കാളേറെ ആകർഷണീയമാണ് എന്ന രീതിയിലേക്കൊക്കെ വന്നപ്പോൾ ഞങ്ങൾ നിയമസഭയിൽ ഇരുന്ന് ശ്രീ അരുണൻ മാസ്റ്റർ, നേരത്തെ PSC അംഗമായിരുന്ന അരുണൻ മാസ്റ്റർ MLA ആയപ്പോൾ ഞങ്ങൾ പറഞ്ഞു താങ്കൾക്ക് നിരവധിയായ MLAയുടെ അലവൻസ്, PSC മെമ്പറുടെ പെൻഷൻ, അത് കോളേജ് അധ്യാപകൻ്റെ പെൻഷൻ, എത്ര പൈസ കിട്ടിയാലും തീരാത്തത്ര പൈസ ഉണ്ടല്ലോ എന്ന് അദ്ദേഹത്തെ നമ്മൾ തമാശ രൂപത്തിൽ പറയാറുണ്ട്. പക്ഷെ അദ്ദേഹം അത്തരക്കാരനല്ല, വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടും സത്യന്ത രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾ അരുണൻ മാസ്റ്റർ. പക്ഷേ അത്തരത്തിലുള്ള ആളുകളൊക്കെ വ്യത്യസ്തമായി ഇത്തരത്തിൽ ലേലത്തിൽ വെച്ച് കോഴിക്കോടങ്ങാടിയിലെ വലിയങ്ങാടിയിൽ ലേലത്തിൽ വെക്കുന്നത് പോലെ CPM PSC അംഗത്തെ പോലും വെക്കുന്ന സ്ഥിതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ പരാതി കിട്ടിയിട്ട് 3 മാസമായെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയാതിരുന്നത്? കോട്ടോളിക്കാരനായ കോട്ടോളിക്കാരനായ സാക്ഷിയായ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി, അവിടെ തന്നെ കോട്ടോളിക്കാരിയായ അല്ലെങ്കിൽ ജയേന്ദ്ര മാസ്റ്റർ പറഞ്ഞതുപോലെയുള്ള ഒരു വനിതാ ഡോക്ടർ, ഇതെല്ലാം ഇരിക്കുമ്പോൾ ഇവിടെ കൃത്യമായി ഒരു സർക്കാരിൻ്റെ പ്രത്യേകിച്ച് ഭരണഘടനാ സ്ഥാപനം എന്ന രീതിയിലുള്ള PSC അംഗത്തെ നിയമിക്കാൻ 20 ലക്ഷം രൂപ 22 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് CPM ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് കൊടുക്കാതിരുന്നത്? ഒരു ക്രിമിനൽ സ്വഭാവമല്ലേ ഇത്? അറിഞ്ഞിട്ട് പോലും ഇത് മൂടിവെക്കുകയും നാളെ ചേരുന്ന CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അടിയന്തരമായി ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോൾ ജയേന്ദ്ര മാഷിന്റെ നിയമപരമായ ഒരു വശം കൂടി ആലോചിക്കണം. ഇത് കൃത്യമായ അഴിമതിയും കൃത്യമായ ഗൂഢാലോചനയും ഇതിനകത്ത് നിയമവിരുദ്ധമായ ക്രിമിനൽ സ്വഭാവമൊക്കെ നടന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് CPM അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പോലീസ് അന്വേഷണത്തിലേക്കോ കൊണ്ടുപോകാതിരിക്കുന്നത്? അത് പാർട്ടി കോടതിയിൽ വെച്ച് തീർക്കുന്ന രീതിയിലേക്ക് ഇതും പോകുന്നു എന്നാണ് യാഥാർത്ഥ്യം.
നിരവധിയായ വിഷയങ്ങളുണ്ട്, അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇത് എ. വിജയരാഘവൻ അല്ല, ഈ പരാതിക്കാരൻ പോലീസിലേക്ക് പോകണമല്ലോ. പരാതിക്കാരി പോലീസിലേക്ക് പോകുന്നില്ല. അവർ പാർട്ടി അനുഭാവികളുടെ കുടുംബമാണ്. അതുകൊണ്ട് പാർട്ടിയിൽ പറഞ്ഞ് തീർപ്പാക്കുന്നു. ആ പണം തിരിച്ചു മേടിക്കുക എന്ന മാത്രമായിരിക്കും അതിന് വലിയ ലക്ഷ്യം. അപ്പോൾ അത് പാർട്ടിയെ നാണം കെടുത്താത്ത രീതിയിൽ ഇപ്പോൾ ആ ശബ്ദരേഖ പോലും പാർട്ടിക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ. അല്ല, അഴിമതി നിരോധന നിയമം എന്താണ്? അഴിമതി നിരോധന നിയമത്തിൽ നിന്നും ആ നിയമം ഉണ്ടാക്കുന്ന സമയത്ത് അത് CPM വിമുക്തമായ നിയമമല്ലല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ബാധകമല്ലാത്ത നിയമമല്ലല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അഴിമതിയുടെ ഭാഗമായി കൈക്കൂലി കൊടുക്കുന്ന ആൾ പ്രതിയാണ്, കൈക്കൂലി വാങ്ങുന്ന ആൾ പ്രതിയാണ്, ഈ സംഭവം അറിഞ്ഞിട്ട് മൂടിവെച്ച ആൾ കൂടി പ്രതിയാണ്. അപ്പൊ അതിനകത്ത് പരാതിക്കാരി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടോ എന്നല്ല വിഷയം. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ, പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ, കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ, കോഴിക്കോട് നഗരസഭ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ CPMന്റെ ഇപ്പൊ കരിവന്നൂർ വിഷയത്തിലൊക്കെ എന്താണ് ഒരു പ്രശ്നം? തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയമായ അംഗീകാരം പോലും റദ്ദ് ചെയ്യുന്ന രീതിയിലേക്ക് കരിവന്നൂർ വിഷയം പോയി എന്നത് യാഥാർത്ഥ്യമല്ലേ? അപ്പൊ അതുകൊണ്ട് CPM ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ പാർട്ടിയാണ്, ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രജിസ്ട്രേഷനുള്ള പാർട്ടിയാണ് എന്ന ഉത്തരവാദിത്ത ബോധം കൂടി CPMന് വേണം. ആ കൊടുത്ത ആൾ കൂടി കേസിനകത്ത് പ്രതിയാണ്, അല്ലാതെ അവരെയും മാറ്റി നിർത്താൻ കഴിയില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.